മദ്യത്തേക്കാൾ ഉപരിയായി രാസലഹരികളുടെ കടന്നുകയറ്റം. എല്ലാ ദിവസത്തെ പത്രം എടുത്താലും പിതാവ് മകനെ, മകൻ പിതാവിനെയും കൊല്ലുന്ന വാർത്ത, അമ്മയെ കൊല്ലുന്ന വാർത്ത, സഹോദരിയെ കൊല്ലുന്ന വാർത്ത, അങ്ങനെ ഉറ്റ ബന്ധുക്കളെ തുണ്ടം തുണ്ടമായി കുത്തിക്കീറുന്ന അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളം പഞ്ചാബ് പോലെ രാസലഹരികളുടെ കടന്നുകയറ്റത്തിൻ്റെ വേദിയായി മാറിയിരിക്കുകയാണ്. മദ്യവും അതുപോലെ തന്നെ ലഹരി വസ്തുക്കളും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. മദ്യം എന്ന് പറയുന്നത് സർക്കാർ അംഗീകൃതമായ ഒരു വസ്തുവാണ്, സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിറ്റഴിക്കപ്പെടുന്നതാണ്. നേരെ മറിച്ച് ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിരോധിക്കപ്പെട്ട വസ്തുവാണ്. നിരോധിക്കപ്പെട്ട ഒരു വസ്തു കേരളത്തിൽ വ്യാപകമായി മാറുന്നുവെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ്. സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് ഈ ലഹരിയുടെ വ്യാപനം ഇത്ര വ്യാപകമായി കാണാൻ കാരണം. ഈ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകളനുസരിച്ച് 1000-ലേറെ കുട്ടികൾ 10ാം ക്ലാസ് 10 വയസ്സിന് താഴെയുള്ളവർ ഉൾപ്പെടെയുള്ളവർ ലഹരിക്ക് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തലച്ചോറിനെ ബാധിക്കുന്ന അതിഭീകരമായൊരു മാനസികാവസ്ഥയിലേക്കാണ് സിന്തറ്റിക് ലഹരി ഉപയോഗിക്കുന്ന ഓരോ കുട്ടിയും നടന്നെടുക്കുക. തലച്ചോറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക അത്ര എളുപ്പമല്ല. അതിക്രൂരവും പൈശാചികവുമായിട്ടുള്ള രീതിയിൽ ലഹരിയുടെ വ്യാപനം നടക്കുമ്പോൾ കണ്ണടിച്ച് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. കേരളത്തിലെ കുറ്റകൃത്യങ്ങൾ എടുത്തു നോക്കിയാൽ, ആത്മഹത്യകളുടെ നിരക്കെടുത്ത് നോക്കിയാൽ, കൊലപാതകങ്ങൾ നോക്കിയാൽ, അക്രമം എടുത്തു നോക്കിയാൽ, മോഷണം എടുത്തു നോക്കിയാൽ എല്ലാത്തിൻ്റെയും പുറകിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലഹരികളാണ്. എറണാകുളത്തൊക്കെ ആണെങ്കിൽ യുവാക്കളും യുവതലമുറയുമൊക്കെ വളരെ ആഴത്തിൽ ലഹരിയിലേക്ക് പോയ വസ്തുത നമുക്ക് കാണാൻ കഴിയും. പുതിയ തലമുറ അപ്പാടെ പാഴ്ജന്മങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. സിന്തറ്റിക് ലഹരികളുടെ ഒരു പ്രത്യേകത, എലിക്കണി പോലെയാണ് സിന്തറ്റിക് ലഹരികൾ. ഒരിക്കൽ ഉപയോഗിച്ചാൽ അത് 48 മണിക്കൂർ നേരത്തേക്ക് ഉന്മാദമുണ്ടാക്കുകയും ഒറ്റ ഉപയോഗം കൊണ്ട് തന്നെ അടിമത്തത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് സിന്തറ്റിക് ലഹരിയുടെ പ്രത്യേകത. പെട്ടാൽ പെട്ടു, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ദുരൂഹമായ, ദുസ്സഹമായ, ദാരുണമായ അന്തത്തിലേക്കാണ് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ കോട്ടയത്തെ റാഗിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനുഷ്യരിൽ ക്രൂരവാസനകൾ വർദ്ധിച്ചു വരികയാണ്. അതിക്രൂരമായി കുത്തുകയും വെട്ടുകയും കൊല്ലുകയും ചെയ്യുകയും അതിൽ ആനന്ദമടയുകയും ചെയ്യുന്നൊരു പുതിയ തലമുറ കേരളത്തിൽ രൂപമെടുക്കുകയാണ്. ആ രൂപമെടുക്കുന്നതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ രാസലഹരികൾ ഉപയോഗിച്ചിട്ടുള്ള വസ്തുതയാണ്. കേരളം ഒരു ലഹരി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ പോലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടും ആ ഉപയോഗത്തെ തുടർന്നുണ്ടാകുന്ന പ്രക്രിയ കൊണ്ടും കേരളം അക്ഷരാർത്ഥത്തിൽ ഭ്രാന്താലയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പുറത്തിറങ്ങിയാൽ ആന, കടുവ, അകത്തിരുന്നാൽ ചെന്താമര എന്ന് പറയുന്ന പോലെ മാനസിക രോഗികൾ അകത്താളുകളെ ലഹരിക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൊന്നുകീറുന്ന അവസ്ഥ, പുറത്തിറങ്ങിയാൽ ആനയാലും കടുവയാലും കൊല്ലപ്പെടുന്ന അവസ്ഥ, അങ്ങനെ ഏത് അവസ്ഥയിലും ഏത് പശ്ചാത്തലത്തിലും ദുരന്തം കൺമുമ്പിൽ കാണേണ്ടി വരുന്ന മലയാളിയുടെ അവസ്ഥയാണെന്ന് കേരളത്തിലുള്ളത്. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കണ്ടെത്തുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ലഹരിയുടെ വ്യാപനം കേരളത്തിൽ നടക്കുന്നുവെങ്കിൽ ആ ലഹരിയുടെ വ്യാപനത്തെ തടയാൻ ഇവിടെ ബാധ്യതയുള്ളത് കേരള സർക്കാരിനാണ്. ലഹരിയുടെ ഉറവിടങ്ങളിൽ പോയി ആ ഉറവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി വന്നതിനെ തടയേണ്ടിയിരിക്കുന്നു. ആകാശമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും വായുമാർഗത്തിലൂടെയും ഒക്കെ ലഹരികൾ കേരളത്തിലേക്ക് ഒഴുകുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ 35 ലക്ഷത്തിലേറെയുണ്ട്. അവരൊക്കെ ലഹരിയുടെ വാഹകരായി ലഹരി കേരളത്തിലേക്ക് എത്തുകയാണ്. പഞ്ചാബിനെ തകർത്ത് കളഞ്ഞത്, ഏറ്റവും തലയെടുപ്പുള്ള യുവാക്കളുള്ളത് ഇന്ത്യയിലെ പഞ്ചാബ് എന്ന് പറഞ്ഞ സംസ്ഥാനമാണ്. ആ പഞ്ചാബിലെ ജനങ്ങളെ മുഴുവൻ പാഴ്ജന്മങ്ങളാക്കി ലഹരി മാറ്റിക്കഴിഞ്ഞു. പഞ്ചാബ്, ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ലഹരി മരുന്നിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങളാണ്. അവിടെ അഫ്ഗാനിസ്ഥാനിലൊക്കെ 33% സ്ഥലങ്ങളും ലഹരിയുടെ പാടങ്ങളാണ്. ഒപ്പിയം പാടങ്ങളാണ് അഫ്ഗാനിസ്ഥാനിലെ 33% പ്രദേശങ്ങളും. അവിടെ നിർമ്മിക്കുന്ന ഈ ലഹരി വസ്തുക്കളുടെ വിതരണ കേന്ദ്രമാണ് ഇന്ത്യ. പഞ്ചാബികൾ ഏറ്റവും തലയെടുപ്പുള്ളവരാണ്. ആ തലയെടുപ്പുള്ള മനുഷ്യരെ മന്ദബുദ്ധികളാക്കി മാറ്റാൻ ഒരുപക്ഷെ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാനിലേക്ക് അടുത്ത് കിടക്കുന്ന പഞ്ചാബിലെയാണ് അവർ ഉപയോഗിച്ചത്. അവിടെ 10 പേരെടുത്താൽ 7 പേരും ലഹരിക്ക് അടിമകളായി കഴിഞ്ഞിരിക്കുന്നു. 6 പെൺകുട്ടികളും ലഹരിക്ക് അടിമയായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ സ്ഥിതി, മെട്രോപൊളിറ്റൻ ജില്ലകളിൽ 10-ൽ 2 ആളുകൾ ലഹരിക്ക് അടിമകളായി മാറിക്കഴിഞ്ഞ സ്ഥിതിവിശേഷമാണ് കാണാൻ കഴിയുക. എറണാകുളത്ത് കഴിഞ്ഞ ദിവസം ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരെ
രാവിലെ 8:30 പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് 100 ഡ്രൈവർമാരെ പരിശോധിച്ചതിൽ 96 പേരും ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ഈ ലഹരി ഉപയോഗിച്ചിട്ടാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അത് സഞ്ചരിക്കുന്ന ബോംബുകളാണ്. ഏത് നിമിഷത്തും അത്യാഹിതം വിളിച്ചു വരുത്താവുന്ന രീതിയിൽ വാഹനം ഓടിക്കുന്നവരും മറ്റു തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരുമൊക്കെ വ്യാപകമായി ലഹരിക്ക് അടിമപ്പെടുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ കഴിയുന്നിരിക്കുന്നു. ഇതിനെല്ലാം ഫലപ്രദമായി പ്രതിരോധിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. 13-14 ജില്ലകളിലും ലഹരി വിരുദ്ധ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പലയിടത്തും ഡോക്ടർമാരില്ല. താലൂക്ക് അടിസ്ഥാനത്തിൽ പോലും നമുക്ക് ലഹരി വിരുദ്ധ കേന്ദ്രങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇത് മനഃശാസ്ത്രപരമായ വിഷയമാണ്. കുട്ടികളുടെ മാനസികാരോഗ്യം തകരുമ്പോഴാണ് അവർ മറ്റു മാർഗങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കുട്ടികളെ മറ്റു തലങ്ങളിലേക്ക്, സ്പോർട്സിലേക്കോ കായിക രംഗത്തെ മറ്റ് വിനോദങ്ങളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ലഹരിയുടെ ആസക്തിയിലേക്ക് പോകാനുള്ള മറുമരുന്ന് സർക്കാർ ആലോചിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ വിദ്യാലയങ്ങളിലും തന്നെ സൈക്കാട്രിസ്റ്റിനെയും സൈക്കോളജിസ്റ്റിനെയും വെച്ചുകൊണ്ടുള്ള ലഹരിയെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഈ രാജ്യത്ത് നൽകേണ്ടതായിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന പറഞ്ഞ പോലെ തടയലും പ്രതിരോധവും ചികിത്സയും ഒക്കെ നമുക്ക് രാജ്യത്തിൽ നടത്തിയെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. കേരളത്തിൽ സർക്കാർ മാത്രം വിചാരിച്ചാൽ നടപ്പാക്കുന്ന കാര്യമല്ല. പൊതുസമൂഹം, രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പ്രസ്ഥാനങ്ങളും മർച്ചന്റ് അസോസിയേഷനും ഒക്കെ ഈ രംഗത്ത് സജീവമായ ഇടപെടൽ നടത്തേണ്ടിയിരിക്കുന്നു. അങ്കമാലിയിലെ മർച്ചന്റ് അസോസിയേഷൻ പുതിയ തലമുറ പാഴ്ജന്മങ്ങളായി മാറുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനുള്ള കർമ്മപദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഒരു അസോസിയേഷനാണ്. അവിടെ പ്രവർത്തനങ്ങളെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു. വരും തലമുറ നമ്മുടെ പാഴ്ജന്മങ്ങളായി മാറാതിരിക്കാൻ ഫലപ്രദമായ ബോധവൽക്കരണത്തിൻ്റെ മാർഗങ്ങൾ, ചികിത്സയുടെ മാർഗങ്ങൾ, സ്നേഹത്തിൻ്റെ രീതിയിലേക്ക് കുട്ടികളെ കൊണ്ടുവരാനുള്ള ഫലപ്രദമായ മാർഗങ്ങൾ, സ്പോർട്സ് രംഗത്ത് അവരെ കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ, മാനസികാരോഗ്യം ഫലപ്രദമായി സംരക്ഷിക്കാനുള്ള മാർഗങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ട് വേണം നമുക്ക് രാജ്യത്ത് ഈ തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ. അതുപോലെ തന്നെ ലഹരി വിൽക്കുന്ന കേന്ദ്രങ്ങൾ മരണം വിൽക്കുന്ന വ്യാപാരികളാണ്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇഞ്ചിഞ്ചായി മനുഷ്യനെ കൊല്ലുന്ന, മരണത്തിലേക്ക് നയിക്കുന്ന മരണ വ്യാപാരികളാണ് ലഹരി മയക്കുമരുന്ന് വ്യാപാരികൾ. ഒരിക്കൽ പോലും അവരുമായിട്ട് നമുക്ക് സന്ധി ചെയ്യാൻ പറ്റില്ല. കൊലപാതകികളായി അവരെ കണ്ടുകൊണ്ട് അവരെ ചെറുത്തു നിൽക്കാനും അവരെ തോൽപ്പിക്കാനും അവരുടെ ഈ ലഹരി വ്യാപനം തടയുവാനും ജനകീയ സമിതികൾ ആരംഭിച്ചുകൊണ്ട് അതിശക്തമായ പ്രതിരോധം നമ്മൾ ഒരുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ സമൂഹത്തിലെ രാഷ്ട്രീയ രംഗത്ത്, സാമൂഹ്യ രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, വ്യാപാര രംഗത്തൊക്കെയുള്ള, മെഡിക്കൽ രംഗത്തുള്ള മുഴുവൻ ആളുകളെയും ഉൾച്ചേർത്തുകൊണ്ട് സംഘാതമായൊരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഈ ലഹരിയുടെ വ്യാപനത്തെ തടയാൻ സാധിക്കുകയുള്ളൂ. കേരളം ഒരു ഭ്രാന്താലയമായി മാറാതിരിക്കാൻ അതിശക്തമായ പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകാൻ ഒറ്റക്കെട്ടായി നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇനിയൊരു പാഴ്ജന്മം കേരളത്തിലുണ്ടാകാതിരിക്കാൻ, ബുദ്ധി മരവിക്കുന്ന തലമുറ ഈ രാജ്യത്തുണ്ടാകാതിരിക്കാൻ, കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളും ഈ രാജ്യത്തുണ്ടാകാതിരിക്കാൻ, ക്രൂരതയുടെ വേലിയേറ്റങ്ങൾ ഈ രാജ്യത്ത് സംഭവിക്കാതിരിക്കാൻ, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാകാതിരിക്കാൻ, ദാമ്പത്യ ബന്ധങ്ങൾ തകരാറിരിക്കാൻ ഒക്കെ ലഹരി സകല തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയും ആയതുകൊണ്ട് സകല തിന്മകളും ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെങ്കിൽ ഏറ്റവും വലിയ സാമൂഹ്യ സേവനം ലഹരിക്കെതിരെ പോരാട്ടമായി കണ്ടുകൊണ്ട് ഈ പോരാട്ടത്തെ വിജയിപ്പിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കേരളത്തിലെ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മയായ കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയും അങ്കമാലിയിലെ മർച്ചന്റ് അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സമരജാല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം. ഞാനുള്ളത് മദ്യവിരുദ്ധ സമിതി, കേരള മദ്യവിരുദ്ധ സമിതി ഇങ്ങനെ ലഹരി വിരുദ്ധ ഒരു സമരം, ലഹരി വിരുദ്ധ ജ്വാല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സന്ദേശം ആയിട്ട് വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ചില വ്യത്യാസങ്ങളുണ്ട്, ഞങ്ങൾ പറയുന്നത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതായത് ചാർലി പോളൊക്കെ ഇപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം എറണാകുളം രൂപതയിൽ ഒരു പള്ളിയിൽ ഒരു വയസ്സായ ഒരു വല്യമ്മ, സാരിയൊക്കെ എടുത്തൊരു വല്യമ്മ, വയസ്സായ വല്യമ്മ, ആ വല്യമ്മയുടെ അടുത്ത് ഒരു പൊതി കൊണ്ടുപോയി കൊടുക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ. എന്നിട്ട് പറഞ്ഞു, വല്യമ്മ ഇതിൽ മുറുക്കാനൊക്കെയുള്ള സാധനങ്ങളും അങ്ങനത്തെ സുഖം കിട്ടുന്ന സാധനങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ വല്യമ്മ ഈ പൊതി മേടിച്ച് കൈപ്പിടിച്ചു, ഒരു ചെറുപ്പക്കാരൻ തന്നെ അല്ലേ വല്യമ്മ. അപ്പോൾ അവിടെ വെച്ചൊന്നും തുറന്നു നോക്കിയില്ല, വീട്ടിൽ ചെന്ന് ഇത് തുറന്നു നോക്കി ഒന്ന് തോണ്ടി നകത്ത് വെച്ചു. അപ്പോൾ നല്ല സുഖം, നല്ല രസം. അത് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി തോണ്ടി നകത്ത് വെച്ചു. അപ്പോൾ നല്ല സുഖമുള്ള കാര്യം.
അങ്ങനെ ഈ വല്യമ്മ ഇത് 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ വല്യമ്മയുടെ പെരുമാറ്റത്തിലൊക്കെ ഒരു വ്യത്യാസം വീട്ടിലുള്ളവർ ശ്രദ്ധിക്കാൻ തുടങ്ങി. 1-2 ദിവസം കഴിഞ്ഞു വല്യമ്മയ്ക്ക് ആകെ ഒരു വ്യത്യാസം. അപ്പോൾ എന്താ ശരിക്കും സംഭവിച്ചത്? മൂത്ത മോള് ശ്രദ്ധിച്ചു, അമ്മേനെ പിടിച്ചു. അമ്മ ഇതെന്താ, അമ്മയ്ക്ക് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അമ്മ ഇതുവരെ കണ്ട അമ്മയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ സംഭവം എന്തെന്നാ, MDMA ഒരു പേസ്റ്റ് രൂപത്തിലാക്കി ഇതിൽ കൊടുത്തേക്കാണ്. വല്യമ്മയ്ക്ക് അറിയില്ലല്ലോ ഇത് മയക്കുമരുന്നാന്ന്. അങ്ങനെ മയക്കുമരുന്ന് ഇത് ആദ്യം നമ്മളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യും, അങ്ങനെ നമ്മൾ അടിമകളാക്കും. അപ്പം ലഹരി മരുന്നുകൾ ഏതൊക്കെ തരത്തിൽ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ സ്ത്രീകളെ, കുട്ടികളെ, അമ്മമാരെ വരെ കബളിപ്പിച്ചുകൊണ്ട് ഈ മരുന്ന് ഇവിടെ രാസലഹരി ഇവിടെ വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് എനിക്കൊരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഞാൻ പറഞ്ഞത്. നമ്മുടെ അഡ്വക്കേറ്റ് ചാർലി പോൾ പറഞ്ഞു ലഹരി വിൽക്കുന്ന വ്യാപാരികൾ എന്നൊരു വാക്ക് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പറയുന്നത് ലഹരി നമ്മുടെ നാടിനെ, നമ്മുടെ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ലഹരി, അതായത് രാസലഹരി അങ്ങനത്തെയുള്ള ലഹരി പദാർത്ഥങ്ങൾക്കെതിരെയാണ് ഇന്ന് ലോകം മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ലോകത്ത് ഒരു സ്ഥലത്തും മാപ്പില്ല. മറ്റൊരു രാജ്യത്ത് ചെന്ന് നമ്മൾ ലഹരി ഉപയോഗിക്കുകയോ ലഹരി വിൽക്കുകയോ ചെയ്ത് കൊന്നുകളയും, തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലും. അത്രയ്ക്ക് ശക്തമായ രാസലഹരിക്കെതിരെയുള്ള അല്ലെങ്കിൽ മദ്യം ഒഴിച്ചുള്ള ലഹരികൾ ഈ ലോകത്തെമ്പാടും ശക്തമായിട്ട് ലോക ജനത ചെറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ പണ്ട് തുടങ്ങി പറയും മദ്യം മയക്കുമരുന്ന്. പക്ഷേ ഇത് രണ്ടാണ്. ചാർലി പോൾ ഇവിടെ പറഞ്ഞു മദ്യം ഈ നാട്ടിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് നമുക്ക് തരുന്ന അവകാശങ്ങൾ തരുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഇവിടെ വ്യാപാരം ചെയ്യാനായിട്ടൊക്കെ ഉള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട് സർക്കാരുകൾ. അതനുസരിച്ച് മദ്യവിൽപ്പന നടത്തുന്ന വ്യാപാരികൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞങ്ങൾ അവരെ തള്ളി പറയുന്നില്ല. മദ്യത്തിന് ഒരുപാട് ദോഷങ്ങളുണ്ട്. മദ്യം ഒരിക്കലും നല്ലതാണെന്ന് ഞാൻ പറയില്ല. മദ്യത്തിന് ഒരുപാട് ദുരന്ത ഫലങ്ങളുണ്ട്. നിങ്ങൾ മദ്യവിരുദ്ധ സമരമായിട്ട് പോകുന്നതിന് ഞാനെതിരല്ല. പക്ഷേ ഇവിടെ വ്യാപാരികൾ എന്നുള്ളൊരു പേര് പറയുമ്പോൾ വ്യാപാരികളുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ഞങ്ങളുടെ വ്യാപാരികളിൽ മദ്യം വിൽക്കുന്നവരുണ്ട്. പക്ഷേ രാസലഹരിയോ മറ്റേതെങ്കിലും ലഹരി പദാർത്ഥം വിൽക്കുന്ന ഒരു വ്യാപാരി അങ്കമാലിയിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് ഇടപെടും. പക്ഷേ മദ്യത്തിന് നമ്മൾ കാലഘട്ടം മാറുന്നു. എനിക്കറിയാം, ഞാൻ ചെറുപ്പം തുടങ്ങി MP മന്മഥനടക്കമുള്ള ആളുകൾ മദ്യവിരുദ്ധമായിട്ട് സംസാരിക്കുന്നതും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ ത്യാഗോജ്ജലമായ ഒരു പ്രവർത്തനമാണ് മദ്യത്തിനെതിരെ നിങ്ങൾ നടത്തുന്നത്. അത് നിങ്ങൾ നടത്തിക്കോ, ഞാൻ നടത്തേണ്ടതെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് ഞാൻ പറയണില്ല. പക്ഷേ മദ്യത്തെയും മയക്കുമരുന്നുകളെയും രണ്ടായി കാണണം. ഇത് രണ്ടായി തന്നെ നമ്മൾ സമരം ചെയ്യണം. ഒരിക്കലും മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒരുമിച്ച് നിർത്തേണ്ട കാലം കഴിഞ്ഞു. പണ്ട് ഒരാവശ്യമായിരുന്നു. ഇപ്പോൾ നമ്മൾ മദ്യത്തെ ഒരുപാട് എവിടെ ചെന്നാലും മദ്യത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ അത് പറയണേ. അതുപോലെ തന്നെ ഈ മദ്യം ഒരുപാട് തടയുമ്പോൾ ലഹരി പിന്നെയും കൂടാണ്. ലഹരി കൂടാൻ ഒരു കാരണം ഈ മദ്യത്തിനെതിരെയുള്ള സമരമാണെന്നുള്ള വാദവും വരുന്നുണ്ട്. മുഴുവൻ ശരിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ മദ്യത്തിനെതിരെ പോവാതെ നമ്മുടെ നാടിനെ തകർക്കുന്ന, നാടിനെ നശിപ്പിക്കുന്ന, യുവതലമുറയെ ഇല്ലാതാക്കുന്ന ഈ രാസലഹരിക്കെതിരെ ശക്തമായൊരു പോരാട്ടം നമ്മൾ നടത്തണം. നമ്മുടെ ഉദ്ഘാടകൻ പറഞ്ഞതും ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞതും രാസലഹരി നമ്മുടെ സമൂഹത്തെ എങ്ങനെ കാർന്നു തിന്നുന്നു. ഇവിടെ പ്രസംഗിച്ച 2 ആളെങ്കിലും പറഞ്ഞു ആ കോളേജിൽ നടന്ന ആ റാഗിങ്ങിൻ്റെ ചിത്രങ്ങൾ വന്നു തുടങ്ങി. അതിൻ്റെ വീഡിയോ നമ്മളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മുടെ മകനാണ് അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ കോമ്പസ് കൊണ്ട് കുത്തുക, ക്രീമുകൾ മേത്തൊഴിക്കുക, ലോഷൻ മേത്തൊഴിക്കുക, വായയിൽ ഒഴിക്കുക, കോമ്പസ് കൊണ്ട് മുറുക്കി കുത്തുക, അവരുടെ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ ഈ എന്താ ഭാരമുള്ള സാധനം ഡംബൽസ് കയറ്റി വെക്കുക. ഇതൊക്കെ കാണുമ്പോൾ നമുക്കെങ്ങനെ സഹിക്കാൻ പറ്റണേ? ഇവരൊക്കെ നോർമലായിട്ടല്ല ചെയ്യണേ. ഇവനൊക്കെ രാസലഹരിക്ക് അടിമയാണ്. ഇങ്ങനെയുള്ളവനൊക്കെ എന്താ ചെയ്യണ്ടേ? വിദേശ രാജ്യത്ത് ചെയ്യണവർ ചെയ്യണമെന്ന് ഞാൻ പറയണേ. പക്ഷെ നമ്മുടെ രാജ്യത്ത് വെടിവെച്ചു കൊല്ലാനൊന്നും അധികാരമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നവനെ, രാസലഹരി ഉപയോഗിക്കുന്നവരെ എവിടെ കണ്ടാലും ഒറ്റപ്പെടുത്താനും ശക്തമായി നീക്കം നടത്താനും നമ്മുടെ ഇന്നത്തെ ഈ ലഹരി വിരുദ്ധ ഈ സന്ദേശത്തിന് സാധിക്കട്ടെ. ഇതിൻ്റെ പ്രവർത്തകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞങ്ങൾ വീണ്ടും പറയുന്നു, അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ്റെ യൂത്ത് വിങ് വളരെ ആദർശപരമായി നീങ്ങുന്ന ഒരു സംഘടനയാണ്. അവർക്ക് എല്ലാ പ്രചോദനങ്ങളും കൊടുത്ത് അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ ശക്തമായിട്ടിവിടെ നിലകൊള്ളുന്നുണ്ട്. തെറ്റായ നിയമവിരുദ്ധമായ ഒരു വ്യാപാരവും നടത്താൻ ഞങ്ങൾ ഇവിടുത്തെ വ്യാപാരികൾ കൂട്ടുനിൽക്കില്ല. സത്യസന്ധമായി നിയമപരമായി ചെയ്യുന്ന വ്യാപാരങ്ങൾ ഒഴിച്ച് യാതൊരു വ്യാപാരത്തിനും ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. നമ്മുടെ ഏറ്റവും വലിയ വിപത്തായ രാസലഹരിയെ
സർവ്വശക്തിയും എടുത്ത് നമ്മൾ എതിർക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സന്ദേശയാത്രയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും മംഗളവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളാണ് നമുക്ക് മീഡിയകളിലൂടെയും മറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നും അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു സംഘടിതമായ ശ്രമങ്ങൾ നാട്ടിലുണ്ടാകേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ലിക്കർ പോളിസി ഉൾപ്പെടെ ഫോറിൻ ലിക്കർ പോളിസി ഉൾപ്പെടെയുള്ള ഒരുപാട് നയങ്ങളുണ്ട്. ഇത് ജനങ്ങൾക്ക് വിരുദ്ധമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ല ഇന്ന് മദ്യ ഉൽപ്പാദനത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ സാമ്പത്തിക തലസ്ഥാനമായ എറണാകുളം ജില്ല അതിൻ്റെ ഒരു ഉപഭോഗത്തിൻ്റെ വലിയൊരു മേഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഖജനാവിലേക്ക് വൻതോതിൽ നികുതിയായിട്ട് എത്തുന്ന എളുപ്പമുള്ളൊരു മാർഗമാണ് മദ്യം എന്നുള്ളത് കൊണ്ടും ഈ കാര്യത്തിൽ ഗവൺമെൻറ് വലിയ രീതിയിലുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അതിൻ്റെ അനന്തരഫലമായിട്ട് നമ്മുടെ നാട്ടിൽ രോഗാവസ്ഥകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സാമൂഹികമായിട്ടുള്ള ക്രിമിനൽ കോൺസ്പിറൻസി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള നടപടികൾ എടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ശ്രമങ്ങൾ ഉണ്ടാകണം. മദ്യമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് പറയുമ്പോൾ ലിവർ സിറോസിസ് എന്നുള്ളൊരു അസുഖമാണ് മുമ്പിൽ വരുന്നതെങ്കിലും ഇന്ന് ബ്രെയിനെയും ബാധിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് ഇത് കടക്കുകയാണ്. അതുമാത്രമല്ല, ലഹരിയായിട്ട് ബന്ധപ്പെട്ട് പുതിയ വാക്കുകൾ, പുതിയ പദാർത്ഥങ്ങൾ, പുതിയ കെമിക്കൽ നെയിമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സമീപനം ഒരു രാജ്യത്തിൻ്റെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയെ തകിടം മറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത്തരം കാര്യങ്ങളിൽ അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങും അതുപോലെ മദ്യവിരുദ്ധ സമിതിയുടെ പ്രവർത്തകരുമായി ചേർന്ന് നടത്തുന്ന ഈ സംരംഭം സർക്കാരിൻ്റെ ലഹരി വ്യാപന നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മളിതിലൂടെ നൽകുന്നത്. ഈ കാര്യത്തിൽ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിട്ട് മർച്ചൻ്റ് അസോസിയേഷൻ യൂത്ത് വിങ് പ്രസിഡന്റ് ശ്രീ ബാസ്റ്റിൻ കേവോ അവർകളെ ക്ഷണിക്കുന്നു. ലഹരി വളരെ ആപത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കിന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കോട്ടയം നഴ്സിംഗ് കോളേജിൽ കണ്ട കാര്യം വളരെ പൈശാചികവും ക്രൂരമായ കാര്യം തന്നെയാണ്. ആ വിദ്യാർത്ഥികൾ 5 പേര് അടങ്ങുന്ന ഒരു കുട്ടിയെ കൈകാലിൽ കെട്ടി അവരുടെ ദേഹത്ത് ആഘോഷം കോമ്പസ് കുത്തി കാര്യം നമ്മൾ വളരെ പേപ്പർ മാധ്യമങ്ങളിലും കണ്ട കാര്യം തന്നെയാണ്. ഈ വരും കാലങ്ങളിൽ ഓരോ മക്കളും മാതാപിതാക്കളെ അനുസരിക്കാതെ ലഹരിക്ക് അടിമകളായിട്ട് മാറുന്ന കാലഘട്ടത്തിലേക്ക് നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കറിയാം, അഡ്വക്കേറ്റ് സാറ് ഈ പറഞ്ഞ പല സ്ഥാപനങ്ങളിലും പല ആരാധനാലയങ്ങളിൽ ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് നല്ല സേവനം കൊടുക്കുന്ന സാർ തന്നെയാണ്. അതുപോലെ അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഈ പ്രതിഷേധ ജ്വാല ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആശംസ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പ്രിയങ്കരനായ ശ്രീ ജോണി, എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മദ്യനയങ്ങളോ അല്ലെങ്കിൽ മറ്റു ലഹരിയുമായി ബന്ധപ്പെട്ട നയങ്ങളെല്ലാം എത്രത്തോളം തിരുത്താൻ കഴിയുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ഇവരെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ എത്രത്തോളം ഇതിൻ്റെ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികളിലും മറ്റു സമൂഹത്തിൽ ഇടപെടുന്ന ചെറുപ്പക്കാരിലുമെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുന്നൊരു വിഷയമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും അവർക്ക് മാനസികമായിട്ടുള്ള അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് വിവിധങ്ങളായ സ്പോർട്സ് മേഖലയിലും മറ്റു വിവിധങ്ങളായ റിക്രിയേഷൻ പരിപാടികളും അവരെ മുന്നേറ്റം നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഇതിൽ കാര്യമായുള്ള സംസാരങ്ങളെല്ലാം ഇതിൻ്റെ ദൂഷ്യവശങ്ങളും മറ്റു ഭാവിയിലുള്ള വിഷയങ്ങളെല്ലാം സംസാരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ മദ്യവിരുദ്ധ സമിതിയും ഏകോപന സമിതിയും അതോടൊപ്പം അങ്കമാലി മർച്ചൻ്റ് അസോസിയേഷനും എടുത്തിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ എടുത്തിട്ടുള്ള ഒരു ധാർമ്മികമായ ഒരു തീരുമാനങ്ങൾ അതെല്ലാം വളരെയേറെ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്ന് മാത്രമല്ല സമൂഹത്തിൽ എന്നും നിലനിൽക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇവരാരും ഈ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഇതിൽ നിന്നും ഒരു സാമ്പത്തിക ലാഭങ്ങളോ അല്ലെങ്കിൽ ഒരു ശമ്പളമോ ഒന്നും കൈപ്പറ്റിയിട്ടല്ല ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും അഭിനന്ദിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ യൂത്ത് വിങ്ങിൻ്റെയും മാതൃസംഘടനയുടെയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ ലഹരിയുടെ വ്യാപനം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വർത്തമാന പത്രങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഓരോ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ അതിൻ്റെ പിന്നാമ്പുറം പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുക ലഹരിയിലാണ്. ഇന്നലെ രാത്രി
പാലാരിവട്ടത്തെ സംസ്കാര ജംഗ്ഷനിൽ ഒരു യുവതിയും യുവാവും രാത്രി 12 മണിക്ക് ലഹരിക്ക് അടിമപ്പെട്ട് ആ റോഡിൽ പെരുവഴിയിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളൊക്കെ ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. പോലീസ് അടിയന്തിരമായി അവിടെ എത്തിയപ്പോൾ പോലീസ് SI ഉൾപ്പെടെയുള്ള ആളുകളെ ആക്രമിക്കാൻ ഒരു വനിത തയ്യാറായി പോലീസ് ജീപ്പിൻ്റെ ചില്ല് തല്ലിപ്പൊട്ടിക്കുകയും ഉൾപ്പെടെ ആ പരിസര പ്രദേശത്ത് ഒരു ഭീകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവം നമ്മുടെ സമൂഹ മനസാക്ഷിയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിന്നീട്. എന്നിരുന്നാലും പോലീസിനെ ഒരുപാട് പണിപ്പെടേണ്ടി വന്നു ആ ലഹരിക്ക് അടിമപ്പെട്ട 2 പേരെ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടി. അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സാമൂഹിക തിന്മകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഇന്നലെ അതുപോലെ ഞാൻ തിരുവല്ല വഴി യാത്ര ചെയ്തപ്പോൾ ഒരു വൈകിട്ട് ഒരു 6 മണിയാവും. ഞാൻ സഞ്ചരിച്ച വാഹനത്തിന് തൊട്ട് മുമ്പിൽ ഒരു പുതിയ വാഹനം, ഇന്നോവ ഹൈബ്രിഡ്, ഒരു വലിയ പഴക്കമില്ലാത്ത വണ്ടിയാണ്. അത് റോഡിന് ക്രോസ് ചെയ്ത് അമിത വേഗത്തിൽ വന്ന് ഒരു മതിലിലിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് നിന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് അത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് അതിനകത്ത് 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ലൈസൻസ് ഒന്നുമില്ലാത്ത ചെറുപ്പക്കാർ, കുട്ടികളാണ്, വിദ്യാർത്ഥികളാണ്. അവരും ഈ രാസലഹരിക്ക് അടിമപ്പെട്ടിട്ട് വാഹനം വീട്ടിൽ നിന്ന് തൊട്ടടുത്ത വീടാണ്, അടുത്ത ഗേറ്റിൽ നിന്ന് പുറത്തിറക്കി റോഡിന് ക്രോസ് ചെയ്ത് ആ പ്രദേശം മുഴുവൻ ബ്ലോക്കായി. വലിയ പ്രശ്നം, വണ്ടിക്ക് കാര്യമായ തകരാറ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏത് തിന്മകൾ പരിശോധിച്ചാലും അതിൻ്റെ പിന്നിലൊക്കെ ഈ ലഹരിയുടെ വ്യാപനം. ഇന്ന് കേരളത്തെപ്പറ്റി നമ്മൾ അഭിമാനത്തോടു കൂടി പറയും, ഇന്ത്യ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ 1-ാം സ്ഥാനത്താണ്, ആരോഗ്യ സംരക്ഷണ രംഗത്ത് നമ്മൾ 1-ാം സ്ഥാനത്താണ്. ലഹരിയുടെ വ്യാപനത്തിലും ഇപ്പോൾ കേരളം 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇത് വളരെയധികം ദുഃഖകരമാണ്. നമ്മുടെ തലമുറ, നാളത്തെ തലമുറ, പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥിനികളും യുവതികളുമൊക്കെ ഇതിൻ്റെ ഉപഭോക്താക്കളാണ് എന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം ഇത് സമൂഹത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലഹരിയുടെ വ്യാപനം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമീപ പ്രദേശങ്ങളിൽ ഇതൊക്കെ സുലഭമായി ലഭിക്കാനുള്ള ഒരു മാഫിയ സംഘം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കറിയാം ഇതെവിടെ ആരിൽ നിന്ന് കിട്ടും. അതിന് ചില കോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വളരെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലെ വളരെ അധികം തന്ത്രപരമായ രീതിയിൽ പോലീസുകാരെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ട് വ്യാപകമായ തോതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിൻ്റെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുക. വ്യാപാരി വ്യവസായി സംഘടനകൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അവരുടെ കടകൾ വഴിയൊന്നുമല്ല, ഇതിന് വേറൊരു നെറ്റ്വർക്കാണ്. അവരെ പിടിക്കപ്പെടാനായിട്ടും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി കേരള സമൂഹം ഈ വിഷയം വളരെ ഗൗരവമായി കാണണം. മദ്യത്തിൻ്റെ ഉപഭോഗം അനുദിനം വർദ്ധിച്ചു വരുന്നു. അതും ദൂഷ്യമാണ്. അതിനേക്കാൾ 10 മടങ്ങ് ദുരന്തമാണ് ഈ ലഹരി മൂലം ഉണ്ടാവുന്നത് എന്നുള്ളത് വർത്തമാനകാല സംഭവങ്ങളൊക്കെ നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിനെതിരെ തീർച്ചയായും ഈ ലഹരി വ്യാപനത്തിനെതിരെ അങ്കമാലിയിലെ മർച്ചൻസ് അസോസിയേഷൻ്റെ യൂത്ത് വിങ് അവരുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു സമരം സംഘടിപ്പിച്ചത് വളരെ മാതൃകാപരമാണ്. മറ്റ് ബോധവൽക്കരണം നടത്തുന്ന ഒരു ബൃഹത്തായ പരിപാടി നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും ഈ ഒരു വിപത്തിനെതിരെ ഈ സമൂഹത്തിലെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഇതിനെ നമ്മൾ പ്രതിരോധിച്ചില്ലെങ്കിൽ നാളെയുടെ ഭാവി ഇരുളടഞ്ഞു പോവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇതിൻ്റെ വ്യാപനം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയുമില്ല എന്ന് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പരാതി എക്സൈസിലോ പോലീസിലോ കൊടുത്താൽ അതിൻ്റെ ഒന്നും ഒരു തുടർ നടപടിയുമില്ല. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇതൊക്കെ ഒരു സർക്കാർ സ്പോൺസേഡ് കച്ചവടമാണോ നടക്കുന്നത് എന്നുപോലും തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇതിൻ്റെ വ്യാപനം നടക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരണം. മാതൃകാപരമായ രീതിയിൽ അങ്കമാലിയിൽ ഇങ്ങനൊരു
പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ ഭാരവാഹികളെ മുഴുവൻ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം തെറ്റിലേക്ക് നയിക്കുന്നതാണ് ഇന്നത്തെ ഈ ലഹരിയുടെ അതിപ്രസരം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലഹരി കൊണ്ട് ഒത്തിരി പേര് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീടുകളിൽ അപ്പനെയും അമ്മയും കൊല്ലുന്നു, അങ്ങനെയുള്ള മോശം അവസ്ഥയിലേക്ക് പോകുന്നതാണ്. അതിനുവേണ്ടി സർക്കാർ വളരെയധികം മുന്നോട്ട് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഇങ്ങനൊരു സമരം കൊണ്ടുവന്നതിൽ ഇടപെട്ട സമരത്തിൻ്റെ എല്ലാ നേതാക്കൾക്കും അഭിവാദം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു സ്ഥലത്തും മർച്ചൻറ്റ്സ് അസോസിയേഷൻ്റെ ഇതേപോലൊരു സഹകരണം ഈ രംഗത്ത് പരസ്യമായിട്ട് ഉണ്ടായി കാണാൻ ഇടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ഈ പ്രാന്തപ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടികൾ മർച്ചൻറ്റ്സ് അസോസിയേഷനും യൂത്ത് വിങ്ങൊക്കെ നടത്തുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള ഈ മദ്യവിരുദ്ധ രംഗത്തും ലഹരി വിരുദ്ധ രംഗത്തും പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഒന്ന് അറിയിച്ചാൽ നന്നായിരുന്നു. ഈ പ്രവർത്തനം നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ, അങ്കമാലി, കാലടി, ഈ സമീപ പ്രദേശങ്ങളിൽ വ്യാപിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും, മർച്ചൻറ്റ്സ് അസോസിയേഷൻ നേതാക്കളെയും കേരള മദ്യവിരുദ്ധ ഏകോപന സമിതിയുടെ നേതാക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.